കേരള കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. UGC നിർദ്ദേശപ്രകാരം 2 മാസം മുൻപാണ് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും റാങ്ക് ജേതാവാണ്. കലാമണ്ഡലത്തിലെ നിയമനം സൗഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ മുന്നോട്ടുള്ള ചവിട്ടുപടിയായി കാണുന്നുവെന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റ ശേഷം രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വളരെ സന്തോഷം കൊണ്ടുള്ള സങ്കടമുണ്ട്. ആദ്യം തന്നെ കേരള സർക്കാർ, ഒപ്പം സാംസ്കാരിക വകുപ്പ്, അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ, കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ, അങ്ങനെ എല്ലാവരോടും, പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയം. അല്ല, പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ആ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത്. മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും ആർജവും ഉണ്ടാവും. കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി ആദ്യമായിട്ടാണ് പുരുഷൻ വരുന്നത്. കലാമണ്ഡലത്തെ ജെൻഡർ ന്യൂട്രൽ സ്പേസായാണ് കണക്കാക്കുന്നത്. ലിഖിതമായ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും RLVയിലൂടെ പുതിയ തുടക്കമാണ് കുറിക്കുന്നതെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ പറഞ്ഞു. അതെ, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഭരതനാട്യത്തിൽ ആദ്യത്തെ ഒരു ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. അതിൽ സെലക്ട് ചെയ്യപ്പെട്ടത് RLV രാമകൃഷ്ണനാണ്. പുരുഷന്മാർ മറ്റ് പല സ്ഥാപനങ്ങളിലും ഡാൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ UGC വിഭാഗത്തിൽ, അല്ലെങ്കിൽ UGC യൂണിവേഴ്സിറ്റി തലത്തിൽ കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയാം. RLV രാമകൃഷ്ണന്റെ നിയമനത്തിലൂടെ കലാമണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രമാണ് തിരുത്തപ്പെടുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.